ഹലോ, എന്ത് പരിപാടി? കേട്ടിതെന്താണ് ഉണ്ടാക്കുക? കിച്ചുമോള് രാവിലെ തന്നെ കണ്ടോ ജേണൽ മെറ്റീരിയൽസ് ഉണ്ടാക്കുക എന്നും പറഞ്ഞ് ഭയങ്കര വർക്കിലാണ്. രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കഴിക്കുന്നതിന് മുന്നേ ചില ദിവസങ്ങളിൽ ഇതുപോലുള്ള കുട്ടി കുട്ടി വികൃതികളും പ്രാന്തുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ പുറകെയാണ് ചില ദിവസങ്ങളിൽ കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറേ പണികൾ ബാക്കിയുണ്ട് കേട്ടോ. വീട് ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ എല്ലാ ക്ലീനിങ്ങും താഴെ കണ്ടോ കുറേ കിച്ചുമോളൊന്ന് മാറിയുന്ന ഇവിടെ താഴെ കുറേ പേപ്പർ ഒക്കെ ഉണ്ട്. അതൊക്കെ ഇനി ക്ലീൻ ചെയ്യാൻ കിടക്കുകയാണ്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ കൂട്ടുകാർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ലോഗ് ഇതാണ്. വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. ചില ദിവസങ്ങളിൽ ഭയങ്കര മടി പിടിച്ച ദിവസങ്ങളാണ്. പക്ഷെ എന്നാലും കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സമയം 8:30 നമ്മുടെ എന്താ പറയുക, ചോറായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചപ്പാത്തി ഞാൻ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം ഇവർക്ക് 5 രൂപേൻ്റെ, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, 5 രൂപേൻ്റെ ബൂസ്റ്റ് ഉണ്ടോ, പിന്നെ എനിക്കും പണി ഈസിയായി, അത് മതി. അപ്പോൾ എന്താ പറയുക, കുളിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഇനി ഏതായാലും കുക്കിങ്ങൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കറി ഒന്ന് വറവിട്ടെടുക്കണം, തൂമിച്ചെടുക്കാമെന്നൊക്കെ പറയണം, അങ്ങനെ എടുക്കണം. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്യുന്നത് അവിടെ ആയതുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടോ, പിന്നെ അപ്പോൾ കുക്കിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് മൊത്തത്തിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം, ക്ലീൻ ചെയ്യണം, തുടച്ചിടണം, പിന്നെ കുളിക്കണം. അതാണ് പരിപാടി. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് കറി ഉണ്ടാക്കിയത് പരിപ്പ് കറിയാണ് കേട്ടോ. വെറും തക്കാളിയും പരിപ്പും കറി വെച്ചതാണ്. അപ്പോൾ അതിനെ ഒന്ന് വറവിട്ടെടുക്കാനുണ്ട്. ഇത് സോയാബീനാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ആ സമയത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് സോയാബീൻ നമ്മൾ എല്ലാവരും ചെയ്യണ പോലെ തന്നെ നമ്മൾ ആദ്യം സോയാബീൻ ഞാൻ ചൂട് വെള്ളത്തിലാണ് വെച്ചത്. ഒരു പച്ചവെള്ളത്തിൽ ഇട്ട് വയ്ക്കും. ഞാൻ നല്ല തിളച്ച വെള്ളത്തിലേക്ക് സോയാബീൻ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യൽ. ഒരു 10-20 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്രയും കൂടെ മസാല തേച്ചിട്ട് പിന്നെ ഒരു 10-20 മിനിറ്റാണ് വെക്കും കേട്ടോ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വലിയ ജീരകം, 2 കഷ്ണം പട്ട ഇതിട്ടിട്ടൊന്ന് പൊട്ടിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് സവോള, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും കറിവേപ്പിൻ്റെ ഇലയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്കും ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അതും കൂടി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കും. ഇത് നന്നായിട്ട് ഒന്നും കൂടി ഡ്രൈ ആവണ വരെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ എന്താ പറയുക, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ മസാല തേച്ച് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ ഇതിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം. കുറേ സമയം ചെറിയ ഫ്ലെയിം കുറച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കറിയിലേക്ക് ചെറുവള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, തേങ്ങ നിറയ്ക്കാതെ വെറുതെ ഇങ്ങനെ പരിപ്പും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് വെറുതെ നമ്മൾ ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇല ഒന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് അങ്ങനെ കറി ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഇത് രണ്ടുമാണ്. പിന്നെ മാങ്ങച്ചാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം കിച്ചുമോള് മാങ്ങയൊക്കെ ഇവിടെ മാങ്ങ എന്തൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അച്ചാറിട്ടു. ഇനി ഇതാ ഒരു 1.5 ലോഡ് പാത്രങ്ങൾ കഴുകാനുണ്ട്. ചോറും കറിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നുള്ളത് പാത്രം കഴുകുക എന്നുള്ളൊരു വലിയ പരിപാടിയാണ് കേട്ടോ. പിന്നെ ഇത് വേഗം ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് ചട്ടുപടയൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പാത്രം കഴുകണ ആ ഒരു ടാസ്കിലേക്ക് പോകാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് നല്ലോണം റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം കേട്ടോ. കമൻറ്റ് അറിയിച്ച് നല്ല ഒരുപാട് കമൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ.
അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ അതിൽ ഒന്ന് രണ്ടല്ല കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് വീട്, ഏത് ജില്ലയാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടുംപാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാനും മക്കളും ഇവിടെ നിൽക്കുന്നത് പൂക്കോട്ടുംപാടം ടൗണിൽ തന്നെയാണ്. നമ്മളിവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലാണ്. അത് പൊട്ടിക്കല്ല് എന്ന് പറയും കേട്ടോ. അതും തന്നെ മലപ്പുറം ജില്ല തന്നെയാണ്. നമ്മളെ പൂക്കോട്ടുംപാടത്തു നിന്ന് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ പൊട്ടിക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഒരു പക്ക എന്താ പറയുന്നത് തനി നാട്ടുംപുറം, ഒരു മലയോര ഗ്രാമപ്രദേശമാണ് ഞങ്ങളത്. അപ്പോൾ എന്താ പറയുക, ഞാനത് ഒരു മതക്കാരെ പൊക്കി കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരെ താഴ്ത്തി കാണിക്കാനോ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടുള്ള വീഡിയോ അല്ല. ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ശീലിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമാണത്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആ ഒരു എന്താ പറയുക പള്ളിയിലൊക്കെ നേർച്ച ചോറിന് പോയി വരി നിന്നിട്ടുണ്ട് പാത്രമൊക്കെ ആയിട്ട്. ഇപ്പോൾ വലിയ കുട്ടികളൊക്കെ ആയതിനു ശേഷമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മടിയാവും, അങ്ങനെ പോയി നിൽക്കാനും മടിയാവും. എന്ന് വെച്ചാൽ അവർ ഫുഡ് കഴിക്കാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു മതക്കാരെ താഴ്ത്തി കാണിക്കാനോ മറ്റുള്ള മതക്കാരെ പൊക്കി കാണിക്കാനോ ഒന്നുമല്ല. ഇതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. എന്ത് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ആര് തരുന്ന ഫുഡ് കഴിക്കണം എന്നതൊക്കെ നമ്മുടെ പേഴ്സണലാണ് കാര്യങ്ങളാണ്. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ കൂടെ അത് ഒന്ന് ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതൊരു എന്താ പറയുക വർഗീയ ഭാഗം അങ്ങനെയൊന്നും ആക്കേണ്ട ഒരാവശ്യമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾ കഴിക്കണം, അത്രയേ ഉള്ളൂ. ആ ചോറിൽ എനിക്ക് വിശ്വാസമുണ്ട്, അതെനിക്കൊരു ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ കാണുകയാണ്. പിന്നെ ഫുഡ് എന്ന് പറയുന്നത്, ഫുഡിന് എന്ത് മതം? ഈ മതം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാരുണ്ടാക്കിയതാണല്ലോ അല്ലേ. നമ്മളൊക്കെ മരിച്ചു പോകുമ്പോൾ വെക്കുന്നത് എവിടെയാണ്? 6 അടി മണ്ണിൽ തന്നെയാണ്. അല്ലെങ്കിൽ ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ മുസൽമാൻ ഇവരൊന്നും സെപ്പറേറ്റ് എന്നല്ല ചെയ്യണം. എല്ലാവരും ഏത് മതത്തിലുള്ളവരും പോകുന്നത് എങ്ങോട്ടാണ്? ആ 6 അടി മണ്ണിലേക്കാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ കോവിഡ് സമയത്തും അതുപോലെ തന്നെ നമ്മുടെ ആ വയനാട് ദുരന്തമൊക്കെ വന്നപ്പോൾ അന്നൊക്കെ എവിടെയായിരുന്നു നമ്മുടെ ഈ മതവും കാര്യങ്ങളൊക്കെ? വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. അതൊക്കെ മാറി മറിയുമ്പോഴാണ് ഈ മതവും കാര്യങ്ങളൊക്കെ വരുന്നത്. വയനാട് ദുരന്തത്തിൽ മരിച്ചവർ നമ്മൾ മതപ്രകാരമുള്ള ആചാരങ്ങളൊക്കെ നോക്കിയിട്ടായിരുന്നോ? എല്ലാ മതസ്ഥരും ഉണ്ടായിരുന്നു അതിൽ. നമ്മൾ ആചാരങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലെല്ലാ മതങ്ങളും ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫുൾ ബോഡി ആയിട്ടൊന്നല്ല അവിടുന്ന് ഓരോരുത്തരും കിട്ടിയിട്ടുള്ളത്, നമ്മുടെ ബോഡിയുടെ പല പാർട്സും ആയിട്ടാണ്. അത് ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ വെറുതെ എന്തിനാണ് ഈ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ കിടന്നിട്ട് ഓരോരുത്തർ ഓരോന്ന് പറയണേ? പക്ഷെ എനിക്ക് വന്നിട്ടുള്ള 99% മെസ്സേജും പോസിറ്റീവ് മെസ്സേജാണ്. 1-2 മെസ്സേജുകൾ ഞാൻ കാര്യമാക്കണേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാനതിൽ പറഞ്ഞത് മാത്രം. എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ പിന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കാര്യമായിട്ട് സ്ഥലം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മലപ്പുറം ഒതുക്കങ്കൽ ഒരു പൊട്ടിക്കല്ല് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണോ എന്നുള്ളത്. അല്ല. അതുപോലെ കോഴിക്കോട് ഒരു പൊട്ടിക്കല്ലുണ്ടെന്ന് ആരോ പറയണത് കേട്ടു, അതാണോ എന്ന് ചോദിച്ചു. അല്ല കേട്ടോ, മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുംപാടം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇത് ഞങ്ങൾ വാടകയ്ക്കാണ് നിൽക്കുന്നത്. അത് പൂക്കോട്ടുംപാടം ടൗണിൽ തന്നെയാണ്. എൻ്റെ വീട് പൊട്ടിക്കല്ലാണ്. അത് പൂക്കോട്ടുംപാടത്തു നിന്ന് ഒരു 6 കിലോമീറ്റർ. അപ്പോൾ പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു. പാത്രങ്ങൾക്കെല്ലാം കഴുകി കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം അതാത് സ്ഥാനങ്ങളിലേക്ക് എടുത്ത് വയ്ക്കും. പിന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി. ഇവിടെയൊക്കെ തുടച്ചിട്ട് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞ് ഞാൻ എൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ ഗ്യാസ് എല്ലാം ക്ലീൻ ചെയ്തിട്ടോ എല്ലാം കഴിഞ്ഞു. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് കുളിക്കണം. അതിന് മുമ്പായിട്ട് ആ ഒരു പരിപാടി നടത്തുന്നതിന് മുന്നേ അലക്കാൻ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മെഷീനിൽ ഇട്ടിട്ട് പിന്നെ അടിച്ചു വരാനും തുടയ്ക്കാനും നിൽക്കണം. അത് കഴിഞ്ഞിട്ട് കുളിക്കാനാണ് കയറിയാൽ ആ പരിപാടിയും കഴിയും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് മെഷീനിലൊക്കെ ഒന്ന് ഇടട്ടെ. പിന്നെ വേറെ ഇപ്പം എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ മറ്റേ വീഡിയോൻ്റെ കമൻറ്റിൻ്റെ സെക്ഷൻ മാത്രം പറയാനായിട്ട് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അത് ഇതിൽ പറഞ്ഞാൽ ചിലപ്പോൾ തീരൂല. എന്നാലും എന്താ പറയുക, ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ ബീഫൊന്നും കൊണ്ടുവന്ന് ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങളിവിടെ വാടകയ്ക്കാണ് നിൽക്കുന്നത്, പക്ഷേ ഇവിടെയാണ് കൊണ്ടൊന്നും ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ബീഫ് കഴിക്കലുണ്ട്. ഞങ്ങളിപ്പോൾ നോമ്പിന് അതല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ നമ്മൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ ഞങ്ങളിത് കഴിക്കലുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എന്ത് ഫുഡ് കഴിക്കണം, എങ്ങനെ എവിടുത്തെ ഫുഡ് കഴിക്കണം, ആരുണ്ടാക്കിയ ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണല്ലോ. അപ്പം ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ ശീലിച്ച് പോരുന്നൊരു കാര്യം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ.
അപ്പോൾ ഇതാ ഞാൻ തുണികളൊക്കെ മെഷീനിലിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് അടിച്ച് വാരിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയൊക്കെ വെക്കുന്ന കൊട്ടയൊക്കെ അടിച്ച് വരുന്ന സമയത്ത് ഒന്ന് വൃത്തിയാക്കിയതുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിത്തോലൊക്കെ താഴെ കിടക്കുന്നുണ്ട്, ടിഷ്യൂ പേപ്പറൊക്കെ. അപ്പോൾ നമ്മൾ കിച്ചണൊക്കെ അടിച്ച് വാരൽ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സ്ഥലം കൂടെ അടിച്ച് വാരണം, പിന്നെ തുടച്ചിടണം. സാധാരണ കിച്ചൺ മോളെ തത്തയൊക്കെയാണ് മക്കളാരെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ അടിച്ച് വാരിയിടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് തത്തയ്ക്ക് വയ്യ, അവൾക്ക് വയറുവേദനയായിട്ട് അവളവിടെ കിടക്കുകയാണ്. പിന്നെ കിച്ചു മോൾക്ക് എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ എക്സാമിൻ്റെ സമയത്തൊന്നും പിന്നെ അവരോട് അങ്ങനെ വല്ലാതെ നിർബന്ധിക്കലില്ല കേട്ടോ, അങ്ങനെ ഓരോന്നും ചെയ്യാനൊന്നും. അപ്പോൾ നമ്മുടെ ഇത്രയും പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ തൊണ്ടയിലെ വെള്ളമൊക്കെ കണ്ട് പറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ നിറച്ചിട്ട് തിളപ്പിച്ചാറിയ വെള്ളം വെക്കലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മുടെ കാർക്കൂന്തലിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തേക്കട്ടെ ഗൈസ്. നമുക്ക് മുടി ഷോർട്ട് ഹെയർ ആണ്, അപ്പോൾ ആരും കളിയാക്കരുത് ഗൈസ്. അപ്പോൾ ഉള്ള മുടിയിൽ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ അങ്ങോട്ട് തേച്ചു. അപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ തന്നെയുള്ളൂ എണ്ണ തേച്ചിട്ടുള്ള കുളി കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കാച്ചി എണ്ണ തേച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആ എണ്ണയൊക്കെ തേച്ചു അതവിടെ തലയിൽ നിൽക്കട്ടെ. ഇനി അടുത്ത പരിപാടി എന്താണ്, നമുക്ക് ഇവിടെ നിന്ന് തുടച്ചിടണം. അപ്പോൾ അതിന് മുമ്പായിട്ട് തത്തമോട് കിടക്കുന്ന റൂമിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവളുടെ പുതപ്പും ഒക്കെ ഒന്ന് നേരെയാക്കി വെക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് വയറുവേദനയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അത് ഞാൻ തന്നെ ചെയ്തത്, അല്ലെങ്കിൽ അതൊക്കെ അവൾ ചെയ്യണമാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കട്ടിലില്ല, നമ്മൾ പാവിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ബെഡ് ഇട്ടിട്ടുള്ളത് കേട്ടോ. വാടക വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇതാണ് ഏറ്റവും സുഖം. നമ്മൾ വീടുകളിങ്ങനെ മാറുമ്പോഴേ കട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പിടിക്കാനും കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊരു വീടാവണ സമയം വരെ നമ്മളിങ്ങനെ ഇതിങ്ങനെ മടക്കി വയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു മെത്തയാണ് കേട്ടോ, ചെറിയ മെത്തയാണ്. അപ്പോൾ അതാകുമ്പോൾ എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം അടിച്ചു വാരലും തുടയും കഴിഞ്ഞു. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, നാളത്തേക്ക് പച്ചരിയും കുറച്ച് ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടേ എന്നുള്ളത്. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടോ? നമ്മൾ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഓർമ്മ വരിക. അപ്പോൾ ഞാൻ വേഗം തുടയ്ക്കണതൊക്കെ അവിടെ വെച്ചിട്ട് വേഗം വന്ന് പച്ചരി ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ മറന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് മറന്നു പോവും, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി വേഗം കുളിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഗൈസ് നല്ല കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സുന്ദരിയായി വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്തു, കണ്ണെഴുതി, പൊട്ട് തൊട്ടു. പൊട്ട് 2-3 തൊട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ കിട്ടിയ ഒരു പ്രസാദമാണ് കേട്ടോ. അങ്ങനെ കിട്ടുന്ന ചന്ദനം കുറിയൊക്കെ ഞാനത് തീർന്ന വരെ ഞാൻ യൂസ് ചെയ്യലുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഇട്ട് വയ്ക്കും. അപ്പോൾ നമുക്ക് രാവിലെ അങ്ങനെ കുളിയൊക്കെ കഴിയുമ്പോഴാലോ എന്ന് വെച്ചിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ മെഷീനിലെ തുണികളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബക്കറ്റിലെടുത്ത് ഇനി മുകളിൽ കൊണ്ടുപോയി വിരിച്ചിടണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണികൾ തന്നെയായിരിക്കും. ഇതൊക്കെ തന്നെയാണ് ആ പണികൾ. ആണുങ്ങൾ ചോദിക്കും എന്താണ് ഇവിടെ പണിയുള്ളത്, അപ്പോൾ എന്താണ് പണികളെന്നൊക്കെ എല്ലാവരും കണ്ടല്ലോ. ഇതിൻ്റെ കൂടെ തന്നെ സമയവും ഫോണ് ഉണ്ട് എന്നുള്ള കാര്യം ആരും മറക്കരുത്. അങ്ങനെ തുണികളൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ 1-2 ഡ്രസ്സ് അവിടെ ഉണങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് പോന്നു. അപ്പോൾ അത് കൈയോടെ തന്നെ മടക്കി വെക്കുകയാണ് കേട്ടോ. ഇതെൻ്റെ തന്നെയാണ്, എൻ്റെ ഒരു ചുരിദാറും ഒരു സ്കേർട്ടും അതുപോലെ തന്നെ ഒരു ഷാളും ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു. ഇനി ഇതും കൂടെ മടക്കി വെക്കണം. അപ്പോൾ ഇന്നത്തെ ഏകദേശം എന്താ പറയുക വീഡിയോ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ കുളി കഴിഞ്ഞു, ഇനി ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കും, അങ്ങനെയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കിച്ചു മോൾക്ക് 2 മണിക്കാണ് എക്സാം. അപ്പോൾ അവളെ സ്കൂളിലേക്കൊന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കിച്ചു മോളിൽ ഞാൻ റെഡിയായോ കുളിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് കഴിഞ്ഞു. ചിലപ്പോൾ ചോറുണ്ടിട്ട് അവളെയും കൊണ്ടാക്കാൻ വേണ്ടി പോകും, ചിലപ്പോൾ അല്ലെങ്കിൽ അവൾ വന്നിട്ട്, അതായത് അവളെ കൊണ്ടാക്കി വന്നിട്ടായിരിക്കും ചിലപ്പോൾ ചോറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ, സീ യു.